അമ്മച്ചി ഞണ്ടുണ്ടാക്കാൻ പോവാണ്. ജീവനോടെ കൊണ്ടുവന്നതാ. കായൽ ഞണ്ടാണ്, ജീവനോടെ കൊണ്ടുവന്നതാണ്. ജീവനോടെ അവർ കൈയും കാലും ഉണ്ട്. ഞണ്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഞണ്ട് കറി, അതുപോലെ തന്നെ ഒരു അടിപൊളി കരിമീൻ ഫ്രൈയുടെ വീഡിയോ ആണിത്. രാവിലെ പപ്പ പോയിട്ട് കായലിൽ നിന്ന് ഞണ്ട് മേടിച്ചിട്ട് വന്നതാണ്. പക്ഷേ ആ ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. നല്ല ജീവനോടെ, നല്ല എന്താ പറയുക, ജീവനായിട്ട് കെട്ടി വെച്ച് കൊണ്ടുവന്ന ഞണ്ടാണ്. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് അത് പുഴുങ്ങിയിട്ട് ജീവനൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞണ്ടങ്ങനെ എല്ലാ സീസണിലും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ ഈ ഒരു ടൈമിലെന്ന് പറഞ്ഞാലും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് കായൽ ഞണ്ടാണ്. അതും ചെറിയ കായൽ ഞണ്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എളുപ്പമാണ്, എന്നാൽ അതിനകത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ അമ്മ അത് പറഞ്ഞു തരികയാണ്. ഈ ഒരു പോർഷൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ ചെറിയ കാലുകളൊക്കെ നമ്മൾ അതിനകത്തൊന്ന് കളയുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കറിക്കകത്ത് തന്നെ ഇടുകയും ചെയ്യാം, അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ അത് കളയുകയും ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കാല് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഈ ഉപയോഗം ഇല്ലാത്തതായതുകൊണ്ട് നമുക്കത് മാറ്റാവുന്നതാണ്. ദെൻ ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പോർഷൻ അങ്ങ് മാറ്റിക്കളയുന്നുണ്ട്. എന്നിട്ട് കാലുകൾ ഇങ്ങനെ ഒടിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും ആണ് ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്രഷ് കൊണ്ട് അമ്മ ഇങ്ങനെ ഫുള്ളായിട്ട് ഓരോ ഞണ്ടെടുത്തിട്ട് അതിൻ്റെ കാലിൻ്റെ ഇടകളിലെല്ലാമുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കേണ്ട ഒരു പ്രോസസ്സുണ്ട്. ഇല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഒരു മണ്ണ് ചുവയൊക്കെ ഉണ്ടാവും കായൽ ഞണ്ട് ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ തന്നെ എടുക്കുക. അതിനുശേഷം ഇനിയും വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കാണെങ്കിലും ചില സമയത്ത് ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഒന്ന് എടുത്ത് വെച്ച് നോക്കാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് ഒന്ന് ക്ലീൻഡ് ആയിട്ടുള്ള ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള കുറച്ച് ഞണ്ടുകളാണ്. ഇതൊക്കെ വളരെ ചെറുതാണെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉണ്ടാവും കായൽ ഞണ്ടിനകത്ത്, കടൽ ഞണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ റേറ്റും കായൽ ഞണ്ടിന് ഭയങ്കര കൂടുതലാണ് കടൽ ഞണ്ടിനേക്കാളും. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കായങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ചൊക്കെ അവൈലബിൾ ആണ്. ഇതൊരെണ്ണം ചീത്തയായതാണ്, കണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുന്ന ഒരു ടൈപ്പ്, അതുകൊണ്ട് അത് നമ്മൾ കളഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കളിലെല്ലാം ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഈ പറയുമ്പോൾ ഒത്തിരി ഉണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ഓടിച്ച് കളയുക. അതിൻ്റെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്നും ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ഇത്രയും ആൾക്കാർ ഇവിടെ ക്ലീൻ ആയിരിപ്പുണ്ട്. ഇതിൻ്റെ ചെറിയ കാലുകളും ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് തേങ്ങയും, ഇനി ഇതിനകത്ത് മസാലയൊക്കെ ഇടാനുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഉള്ളി എത്ര ഇടുന്നുണ്ട്? 2 ഉള്ളി ഇടുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത്ര ഇട്ടേക്കുന്നത്. പക്ഷെ നല്ല നിറമുള്ള നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുളക് പൊടിയാണ്. 1 സ്പൂൺ കുരുമുളക് പൊടി. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇവിടെ നമുക്ക് എരിവില്ലാത്തതായിട്ട് എത്ര ഇട്ടേക്കുന്നത്. നമ്മളിപ്പം എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടു, 2 ഉള്ളി ഇട്ടിട്ടുണ്ട്. ദെൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരണം. ഇനി നമ്മൾ തക്കാളി ആഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഉള്ളിയൊക്കെ വഴറ്റി അതുപോലെ അതും ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പൊഴിക്കാൻ പോവാണ്. തേങ്ങ അരച്ച് വെച്ച് നമ്മൾ ഒഴിക്കുകയാണ്. തേങ്ങയിൽ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയായിരുന്നു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിനകത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കാണ് ഞണ്ട് വേവിക്കുന്നത്. അപ്പോൾ ഞണ്ട് കിടന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഞണ്ട് ഇടണം. അരപ്പിങ്ങനെ തിളച്ച് വരുന്നത് നമുക്ക് കാണാം. നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞണ്ട് ഇതിനകത്ത് ഇടുന്നത് കാണാം. ഇങ്ങനെ പയ്യെ ഇങ്ങനെ തുറക്കണം. തുറന്നിട്ട് ഈ ഒരു സൈഡിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി
ദെൻ അതിലേക്ക് ഇടുകയാണ്. അതിനകത്തുള്ളത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ളതെല്ലാം അങ്ങ് പോകും. അത് തുറന്നു കഴിയുമ്പോൾ തന്നെ അതിനകത്തിടണം. അതിനകത്തുനിന്നേ പൊട്ടിക്കുമ്പോൾ തന്നെ അത് ഈ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് പറയുന്നത്. അതിനകത്ത് വെള്ളം പോലെ ഇരിക്കുന്നതെല്ലാം അങ്ങ് വേണ്ടുന്ന സാധനങ്ങളാണല്ലേ, പോയി പോകും. അതിനകത്തുള്ളതെല്ലാം ഇതിനകത്ത് ഒഴിക്കാനുള്ളതാണ്. ക്ലീൻ ചെയ്ത് വെച്ചേക്കില്ലയോ. പിന്നെ അകത്തുള്ളതുണ്ട് ഉണ്ട്. ഇത് അതിൻ്റെ കുടല, അത് നമ്മൾ എടുത്ത് കളയണം. ഓക്കെ, അത് അതിന് മുമ്പ് പൊട്ടിച്ച ഇതെല്ലാം വെള്ളം പോലെ അങ്ങ് പോകും. ഇതിങ്ങനെ എടുത്തിട്ട് ആ പൂ പോലെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ മലർത്തി ഇടണം. ഇതിനകത്തുനിന്ന് കുടല് പോലെയുള്ള ഒരു സംഭവം ഉണ്ട്, എടുത്ത് കളയണം. ദെൻ അതിനകത്തോട്ട് വീണ്ടും ഒഴിച്ചു. മറ്റ് മീനുകൾ പോലെയല്ല, ഇതിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അകത്തുള്ള സംഭവമൊക്കെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് അതും വേണ്ടുന്ന സംഗതികളാണ്. ചിലതൊന്നും എടുത്ത് കളയത്തില്ല, ഇങ്ങനെ ഇടുവാണ്. ചിലരിതൊക്കെ എടുത്ത് കളയാതെ ഇത് ഇങ്ങനെ തന്നെ എല്ലാം ഇടും. ചില കറികളിൽ കാണാറുണ്ട് ഇതിങ്ങനെ തന്നെ അവരെടുത്ത് കളയും, കുടല് കളയും. കുടലെല്ലാവരും എടുത്ത് കളയും. മറ്റേതും കൂടി വെക്കുന്നുണ്ട്, നമുക്കതൊരു വെച്ച ഒരു നല്ലതായിട്ട് തോന്നത്തില്ല. മീൻതല തിന്നുന്നത് പോലെ എൻ്റെ ഇത് ഇതൊക്കെ കണ്ടാൽ നമുക്ക് വേണമെന്ന് തോന്നത്തില്ല. അത് ഞാൻ വിചാരിച്ചത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാണുന്ന സാധനങ്ങളൊക്കെ ഇടാനായിട്ട് തോന്നത്തില്ല. പക്ഷെ ആ കുടലൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞിട്ട് കറിക്കകത്ത് കിടന്ന് അത് അത് വലിയതായിട്ട് വരും, വെന്ത് വരും. അത് അന്നേരത്തേക്കും അത് കഴിക്കാനുള്ള രീതിയിൽ വരും. അല്ലാതെ ഇങ്ങനെ മസാല ആയിട്ട് അങ്ങ് ചേർന്ന് പോവല്ല. ഇതാണ് കുടല് വരുന്നത്. ഇതാണ് കുടല് വരുന്നത്. ഇപ്പൊ കിട്ടി. ഒരു ചത കൊടുത്തിട്ട് ഇതിനകത്ത് ഇട്ടേക്കുന്നതാണ്. ചെറുതായിട്ടൊക്കെ ചതച്ചിട്ട് കണ്ട, കാരണം ഇല്ലെങ്കിൽ നമുക്ക് കടിച്ച് നല്ല പൊട്ടിക്കേണ്ടി വരും. അത് ഭയങ്കര പാടായത്. അപ്പം ഒന്ന് ഇടിച്ചിട്ട് കല്ലിൽ വെച്ച് ഇടിച്ചിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. ഇപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അധികം ഇളക്കരുത്, ഇളക്കൊന്നും ചെയ്യരുത്. ഞാൻ അവിടെ മേലെ ഇരുന്നുകൊണ്ടൊന്ന് ചെയ്താൽ അങ്ങനെ തന്നെ ഇരുന്ന് സെറ്റാവണം. ഞണ്ടിന് ശേഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് ധരിപ്പിക്കുന്നു കരിമീൻ. അയ്യോ കയ്യലായി. കരിമീൻ കലാപരിപാടി, ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടി. ആ ചെറുക്കൻ്റെ കലാപരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐസ്ക്രീം തീറ്റ. പിന്നെ ചെക്കൻ്റെ വീട്ടിലെ കലാപരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമീൻ പൊള്ളിക്കാൻ പോവാണ് വാഴയിലയിൽ. ഈ മസാല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? ജസ്റ്റ് നമ്മുടെ സാധാരണ മസാല അല്ലേ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലേ. ഇഞ്ചി വെളുത്തുള്ളി, പുളി, പിഴുപുളിയാ, പിഴുപുളി, ദെൻ കുരുമുളകുണ്ട്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പിഴുപുളി, ഇത്ര ഇട്ടിട്ടാണ് ഈ ഒരു മസാല വന്നിരിക്കുന്നത്. ദെൻ എല്ലാം കൂടെ ഒരു ഇല വെക്കാൻ പോകുന്നുണ്ട്. ഇതുപോലെ ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇലയും കൂടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നല്ലോണം അടയണ്ടേ, ഇനി ഒരു ഇലയും കൂടെ വെക്കാനുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ നമ്മുടെ ഞണ്ട് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരും ഇത് കൊള്ളത്തില്ലാത്തത് കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കഴിക്കുവാണ്. അതുകൊണ്ട് ചോദിച്ചിട്ട് പോലും തരുന്നില്ല. വേണ്ട, നല്ല കുട്ടിയാണ്, കൊള്ളൂല. എന്തൊക്കെയാ, അത് സത്യമാണ്. ഞാൻ എൻ്റെ വയറ് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ അകത്തോട്ട് എടുത്തിടുന്നതെന്ന്. അമ്മ അതിൻ്റെ പുറത്ത് ഒരു അടപ്പും കൂടെ വെച്ചു. ഇല വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ട്, ഈ അടപ്പും കൂടെ വെച്ചു. ബാലൻസ് വന്ന അതിൻ്റെ അരപ്പല്ല അമ്മ ചീനകത്ത് കൂടെ വെറുതെ ഒഴിച്ചു. നല്ലതായതുകൊണ്ട് ചുമ്മാ ഒഴിച്ചു. അടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഇല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം പറ്റുന്നുണ്ടോ നോക്കണം. എന്തൊക്കെയാ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ ദൈവം, മറ്റേ പേളിമണി സാബും കൂടെ ഫുഡ് അടിച്ച് പോകണ്ടോ. ഇല പൊട്ടുന്നതാണോ സൗണ്ട് കേൾക്കുന്നത്? ഓക്കേ, ടക്ക 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 കേൾക്കുന്നുണ്ട്. ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇല എടുത്തപ്പോൾ നമ്മൾ ഇതിപ്പം വറുത്ത പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, വെള്ളമൊക്കെ ഇങ്ങനെ പറ്റിയിട്ട്. ഓക്കെ, ഇനി എന്താ ഇല ഇത് എടുത്തു ഇലയോടുകൂടി ഇനി എടുക്കുക. ഓക്കെ, ഈ ഇല എടുത്ത് മാറ്റിയിട്ട് ഇനി വേറെ ഇല ഇടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഹീറോ ചീനച്ചട്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇല വെച്ചു.
ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചിട്ടപ്പോൾ കിട്ടിയേക്കുന്നത്. ഇട്ടിട്ടുണ്ട്, വീണ്ടും ഇലയിട്ടു, അടച്ചു. അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിമീനും കപ്പയും ഞണ്ടും ചോറും ഒക്കെ ആയിട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്